ഇനി നമുക്ക് ചേലക്കരയിലേക്ക്. ഇടത് കോട്ടയാണ് ചേലക്കരയിലെങ്കിലും കോട്ടയിൽ വിള്ളൽ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫിൻ്റെയും എൽ ഡി എയുടെയും ലക്ഷ്യം ഇതൊരു വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. ചേലക്കര കൈവിടുന്നത് ഇടത് ക്യാമ്പിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്, നിങ്ങൾക്കറിയാം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് തത്സമയം ചേരുന്നു. കുറച്ചധികം ദിവസങ്ങൾ ചേലക്കരയിൽ പര്യടനം നടത്തിയ മാധ്യമപ്രതിനിധിയാണല്ലോ ശ്രീകാന്ത്. ഇപ്പോൾ എങ്ങനെയാ ചേലക്കരയുടെ ഹൃദയ താളം വേഗം കൂടിയോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര പട്ടണത്തിലാണ്. ഞാൻ അതിന് തൊട്ട് മുൻപ് ചെറുതുരുത്തിയിൽ നിന്നാണ് വന്നത്. അവിടെ കൗണ്ടിംഗ് സെന്ററിൽ അതിന്റെ മുൻപിൽ നാളെ എത്തേണ്ട പ്രവർത്തകർ ഇന്നേ എത്തിയ മതിലിന് ചുറ്റുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. അതായത് ഇരിപ്പുറയ്ക്കുന്നില്ല അവർക്കാർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാത്രി അവരാരും ഉറങ്ങാൻ പോകുന്നില്ല. ഒരു കാര്യം, കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി നമ്മൾ ഇവിടെ മുഴുവൻ സഞ്ചരിച്ചതാണ്. ആ ഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട് സ്കേൻ. അതായത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഈ ചേലക്കര എന്ന ഈ മണ്ഡലം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയധികം നേതാക്കൾ, ഈ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ട നേതാക്കൾ, രാഷ്ട്രീയക്കാർ, മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ചേലക്കരയിലെ ചെറിയ തട്ടുകടകളിലും വീടുകളിലുമൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്ന കാഴ്ച കാണാമായിരുന്നു. ഓരോ ആളുകളെയും ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്ത് തങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എസ്കേൻ പറയണം, ഇത് CPIM-ന്റെ ഇടതിന്റെ പൊന്നാപുരം കോട്ടയാണ്, ഉറച്ച കോട്ടയാണ്. അത് മുൻപായിരുന്നു. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആ പൊന്നാപുരം കോട്ട UDF-ഉം BJP-യും പിടിച്ചുലുക്കിയിട്ടുണ്ട്. അതിന്റെ ചൂട് LDF-ന് അടിച്ചിട്ടുമുണ്ട്. അവർ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ ആ ഒരു ഭൂരിപക്ഷം ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അവർ രഹസ്യമായി ഇല്ല എന്ന് തന്നെ പറയും. കാരണം അവരൊന്ന് പേടിച്ചിട്ടുണ്ട്. 516ഓളം വരുന്ന പട്ടികജാതി സങ്കേതങ്ങളുണ്ട്. ആ പട്ടികജാതി സങ്കേതങ്ങളിൽ ഇനി UDF-നോ BJP-ക്കോ കയറാൻ സാധിക്കില്ല എന്നവർ പറഞ്ഞിരുന്നിടത്ത് കുടുംബയോഗങ്ങളിലൂടെ UDF-ഉം BJP-യും കയറി ചെന്നു എന്നുള്ളതാണ് അവരെ പരിഭ്രാന്തരാക്കുന്നത്. എന്തായാലും നാളത്തെ ഒരു ദിവസം, ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ട്. ഈ ചേലക്കര പട്ടണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നാളെ ഈ ചേലക്കര പട്ടണം ചെങ്കൊടി പുതയ്ക്കുമോ ത്രിവർണം പുതയ്ക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. UDF ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. അവർ പറയുന്നതുണ്ട്, ഒരു കാര്യമുണ്ട്, കുടുംബയോഗങ്ങളായിരുന്നു ഞങ്ങളുടെ മാസ്റ്റർ സ്ട്രോക്ക്. ഞങ്ങൾ 200-ലധികം കുടുംബയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമില്ല. പക്ഷേ ഞങ്ങളത് കുടുംബയോഗങ്ങളിലൂടെ ഞങ്ങൾ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഇത് പൊന്നാപുരം കോട്ടയാണെന്ന് ഓർമ്മ വേണം, അതിളകില്ല എന്ന് LDF-ഉം പറയുന്നു. BJP തങ്ങളുടെ മേഖലകളുണ്ട്, ആ മേഖലകളിലെ വോട്ട് പരമാവധി ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട്. SKN ആദ്യം പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി പറയാം, ഇവിടെ തോറ്റാൽ LDF അത് താങ്ങില്ല, അവർക്ക് വലിയ ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കാം. ചെറുതുരുത്തിയിൽ ഉയരുന്ന ആഹ്ലാദാരവം ആരുടേതെന്നറിയാൻ നിമിഷങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രം. നിമിഷവും അപ്ഡേഷൻ. ശ്രീകാന്ത് ഒരുപടി ആവേശത്തിലാണ്. കുറച്ച് ദിവസം ചേലക്കരയിലൊക്കെ കറങ്ങി നടന്നതാണ്. ചേലക്കര എന്ന മണ്ഡലത്തിൻ്റെ അരികും മൂലയൊക്കെ കറങ്ങി നടന്നതാണ്.